ഹായ് നമസ്കാരം. ബിഗ് ബോസ് സീസൺ 8 അങ്ങനെ തുടങ്ങാനായിട്ട് ഇനിയിപ്പോൾ കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായിരിക്കും ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ? അല്ലെങ്കിൽ ഈ കഴിഞ്ഞ സീസണുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒട്ടനവധി മാറ്റങ്ങൾ എന്തായാലും ഈ സീസണിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമുക്കറിയാം ഓരോ തവണയും ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്കും പല പല പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷെ അതെല്ലാം തന്നെ മാറ്റിമറിക്കാൻ തന്നെയാണ് ഇത്തവണ ബിഗ് ബോസ് സീസൺ 8 ശ്രമിക്കുന്നത്. പക്ഷെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൽ കണ്ടസ്റ്റൻസ് തന്നെയാണ് അതിന്റെ നെടുംതൂണെന്ന് പറയുന്നത്. കാരണം കണ്ടസ്റ്റൻസ് ശരിയായില്ല എന്നുണ്ടെങ്കിൽ, സെലക്ഷൻ ശരിയായില്ല എന്നുണ്ടെങ്കിൽ പഠനം പെട്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കണ്ടസ്റ്റൻസിനെ പല സീസണുകളിൽ കൊണ്ടുവരുമ്പോഴും പാളിപ്പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. ചില സീസണുകൾ മാത്രമാണ് കണ്ടസ്റ്റൻസ് അത്രത്തോളം സ്കോർ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. പക്ഷേ പല സീസണുകളിലും കണ്ടസ്റ്റൻസ് വൻ പരാജയമായി മാറുകയായിരുന്നു. കഴിഞ്ഞ സീസൺ നോക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ എന്തായാലും ഇത്തവണത്തെ സെലക്ഷനും കാര്യങ്ങളും എല്ലാം തന്നെ വളരെയധികം നിർണായകമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാം, ഇനിയിപ്പോൾ അങ്ങോട്ട് പ്രഡിക്ഷൻ ലിസ്റ്റുകളുടെ ഒരു കാലമാണ്. ബിഗ് ബോസ് സീസൺ 8 ആരൊക്കെയായിരിക്കും എന്തൊക്കെയായിരിക്കും എന്നതിനെ കുറിച്ച് അപ്പോൾ നമുക്ക് കുറയ്ക്കേണ്ട ആവശ്യമില്ല. പ്രഡിക്ഷൻ ലിസ്റ്റ് തന്നെ നമുക്കും ഒന്ന് അങ്ങ് ഇട്ട് കൊടുക്കാം. അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ്, അതായത് 10 പേർ ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് സീസൺ 8 ഉണ്ടാവാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത ഇത്തവണ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരു 60% ഈ പറയുന്ന 10 പേരിൽ പലരും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലായി തന്നെയാണ് കാണുന്നതെന്ന് പറയുന്നത്. അതായത് നമുക്ക് സമയങ്ങളായ നോക്കാം അത് ആരൊക്കെ ആയിരിക്കും, പ്രതീക്ഷിച്ചവർ തന്നെയാണോ, പ്രതീക്ഷിക്കാത്ത പലരും ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്ന പേരാണ് നമ്മുടെ മൗനരാഗം സീരിയലിലെ നായകനായിരുന്ന വ്യക്തി നലീഫ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ സീസണിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറയുന്നത്. നമുക്കറിയാം ആ സീരിയൽ അവസാനിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇത്തവണ ബിഗ് ബോസ് സീസൺ 8 ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ആളുടെ പേരെന്ന് പറയുന്നത് ജാസി. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ജാസിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പല തരത്തിൽ പല രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ് ജാസി എന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഇത്തവണ ജാസി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. മൂന്നാമത്തെ ഒരാൾ ഹെലൻ ഓഫ് പാട്ട, ധന്യ എന്ന ഹെലൻ ഓഫ് പാട്ട. നമുക്കറിയാം ജാസിയെ കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഹെലൻ ഓഫ് പാട്ട, ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ ഹെലൻ ഓഫ് പാട്ടയും ജാസിയും കൂടിയൊക്കെ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും പുള്ളിക്കാരത്തിന്റെ പേരും ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി നാലാമത്തെ ആളുടെ പേരെന്ന് പറയുന്നത് രചന. രചന ഇൻഫ്ലുവൻസർ ആണ്. നമുക്കറിയാം കുറേയധികം കോമിക്കപരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് രചന. അപ്പോൾ പുള്ളിക്കാരത്തെയും ഇതിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നു. ഇനി തൊപ്പിയാണ്. തൊപ്പിയെ പ്രത്യേകിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല, തൊപ്പിയും ഇൻഫ്ലുവൻസർ തന്നെയാണ്. അപ്പോൾ തൊപ്പിയും ഈ ഒരു സീസണിൽ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് അർജു ആണ്. അർജു അറിയാം, ഈ പറയുന്ന രീതിയിൽ പലരെയും ട്രോളുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന വ്യക്തിയാണ് അർജു. അർജുവും ഈ സീസണിലെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് അവന്തികയാണ്. അവന്തിക സിനി സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരത്തെ അറിയാം കുറേയധികം ഇൻസ്റ്റഗ്രാം വീഡിയോസിലൂടെയും അതോടൊപ്പം തന്നെ സീരിയൽ കാണുന്നവർക്ക് സീരിയലിലൂടെയൊക്കെ തന്നെ പരിചയമുള്ള ഒരു വ്യക്തി തന്നെയാണ് അവന്തിക. അവന്തിക മോഹനും ഈ ഒരു സീസണിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് പ്രണവ് കൊച്ചുവാണ്. പ്രണവ് കൊച്ചു നമുക്കറിയാം ഇൻഫ്ലുവൻസർ ആണ്, വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ വ്യക്തിയും ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 8 ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് ജീവനാണ്. ജീവൻ സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ജീവൻ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ പുള്ളിക്കാരൻ വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ സീസണിൽ പുള്ളിക്കാരൻ്റെ ഒരു സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആ സീസണിൽ വന്ന ഒരു വ്യക്തി കൂടിയാണ് ജീവൻ. അപ്പോൾ ജീവനും ഈ സീസണിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആള് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിന്റെ പേരും ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം പുള്ളിക്കാരൻ പല രീതിയിൽ പല വിവാദങ്ങൾ ഉണ്ടായി, പിന്നെ ജയിലിൽ പോയി, പിന്നെ പുറത്തിറങ്ങി, അങ്ങനെ ഇപ്പോഴും പല രീതിയിലുള്ള വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാറുന്നു. അതിനിടയിൽ തന്നെ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 8 പ്രവേശിക്കാനായിട്ടുള്ള പ്രഡിക്ഷൻ ലിസ്റ്റിലും രാഹുൽ ഈശ്വറും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഈ സീസണിലെ ഒരു ലിസ്റ്റ്, ഈ 10 പേരുടെ പേര് പറയുമ്പോഴത്തേക്കും ഒന്ന് തൊപ്പി, ജാസി, അതോടൊപ്പം തന്നെ രചന, ഹെലൻ ഓഫ് പാട്ട, പ്രണവ് കൊച്ചു, നലീഫ്, അർജു, അവന്തിക, ജീവൻ, രാഹുൽ ഈശ്വർ. അപ്പോൾ ഈ 10 പേരുടെ ലിസ്റ്റാണ് നമ്മൾ തുടക്കത്തിൽ ആ ഒരു ഫസ്റ്റ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് പറയുന്നത്. തുടർന്ന് പ്രഡിക്ഷൻ ലിസ്റ്റ് ഉണ്ടാവുന്നതാണ്. എന്തായാലും ഇവരിൽ പലരും ഈ ഒരു സീസണിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു സീസൺ ടോട്ടലി പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ സെലിബ്രിറ്റീസിനെക്കാളും കൂടുതൽ ഈ സീസണിൽ വരാൻ പോകുന്നത് കോമണേഴ്സ് ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എന്ന് പറയുന്നത് കോമണേഴ്സിന്റെ എണ്ണം ഇത്തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മുടെ ലാലേട്ടന്റെ പ്രൊമോയിൽ തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന്റെ ഓഡിഷനും കാര്യങ്ങളൊക്കെ തന്നെ നടക്കാൻ പോവുകയാണ്. സോ എന്തായാലും ഇത്തവണ ഒരു കോമണേഴ്സ് വേഴ്സസ് സെലിബ്രിറ്റീസ് തമ്മിലുള്ള ഒരു ഫൈറ്റ് കാണാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നു. കാരണം ഒന്നിൽ കൂടുതൽ പേര്
ഉണ്ട്. അത് മാത്രമല്ല നല്ല രീതിയിലുള്ള ആൾക്കാരെ തന്നെ ഇത്തവണ കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസ് ശ്രമിക്കുമെന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ സീസണിലേക്ക് ക്ഷീണം ഒന്ന് അകറ്റാനായിട്ട് ഇത്തവണത്തെ സീസണിന് സാധിക്കട്ടെ. അതിൽ ഈ പറയുന്ന രീതിയിൽ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട പലരും ഇത്തവണ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും അവർക്ക് അതിന് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം. അടുത്ത പ്രൊഡിക്ഷൻ ലിസ്റ്റുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.